നമസ്കാരം. ജമ്മു കാശ്മീരിലെ നാഷണൽ കോൺഫറൻസ് നേതാവും ജമ്മു കാശ്മീരിലെ മുൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവുമായ സയ്യിദ് മുഹമ്മദ് റഫീഖ് ഷാ ബിജെപിയിൽ ചേർന്നിരിക്കുന്നു എന്ന ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടാണ് ഈ മണിക്കൂറുകളിൽ പുറത്തുവരുന്നത്. സംസ്ഥാന ബിജെപി അധ്യക്ഷൻ രവീന്ദർ റെയ്നയാണ് ഷായെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ മാസങ്ങളിൽ കത്വ ജില്ലയിലെ പ്രസിഡന്റ് സഞ്ജീവ് ഖജൂരിയ ഉൾപ്പെടെ നാഷണൽ കോൺഫറൻസിലെ നിരവധി പ്രമുഖരായ നേതാക്കൾ ബിജെപി പാളയത്തിലേക്ക് എത്തിയിരുന്നു. നിരവധി അനുഭാവികളും ജില്ലാ ഭാരവാഹികളും കഴിഞ്ഞ മാസമാണ് ഈ നാഷണൽ കോൺഫറൻസിൽ നിന്നും ബിജെപിയിലേക്ക് ചുവടുമാറിയത്. ഈ മാസം ആദ്യം ജമ്മുവിൽ ബിജെപി ആസ്ഥാനത്ത് വെച്ച് മുൻമന്ത്രി മുസ്താഖ് ബുഖാരിയും ബിജെപിയിൽ ചേർന്ന വാർത്ത വലിയ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലാണ് ജമ്മു കാശ്മീരിൽ വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു യാത്ര നടത്തിയത്. ആ സമയത്ത് പ്രതിപക്ഷ പാർട്ടികളിലെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നതാനും PDPയുടെ മുൻ ഉപമുഖ്യമന്ത്രിയും സ്ഥാപക നേതാവുമായ മുസർ ബൈഗ് പ്രധാനമന്ത്രിയുടെ റാലിയിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളെയും നിലപാടുകളെയും ഒക്കെ പ്രശംസിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെ ദേശീയ തലത്തിൽ വാർത്തയായിരുന്നു. ജമ്മു കാശ്മീരിൽ വലിയ അട്ടിമറി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. നമുക്കറിയാം, നാഷണൽ കോൺഫറൻസ് ഇപ്പോൾ തന്നെ INDA എന്ന സഖ്യത്തിൽ നിന്നും പടിയിറങ്ങിയ മട്ടാണ്. PDP ആവട്ടെ തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുള്ള ഒരു കടുംപിടുത്തം കാണിക്കുന്നുമുണ്ട്. ഇതിനിടയിലാണ് ഇവരുടെയൊക്കെ ഏറ്റവും ശക്തരായ നേതാക്കൾ BJP പാളയത്തിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുൻപുള്ള എല്ലാ അനുമാനങ്ങളും അല്ലെങ്കിൽ എല്ലാ ഊഹാപോഹങ്ങളും ശരിയായിക്കൊണ്ടിരിക്കുന്നു. ജമ്മു കാശ്മീരിൽ BJPയുടെ ഒരു വലിയ തേരോട്ടം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഇതൊക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം തന്നെയാണ്, അല്ലെങ്കിൽ അദ്ദേഹം അവിടെ നടത്തുന്ന ഇടപെടലുകൾ തന്നെയാണ് ഈ പ്രതിപക്ഷ നേതാക്കളെയൊക്കെയും BJP കൂടാരത്തിലേക്ക് ആകർഷിക്കുന്നതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.